ನಾನು വെളിയൂർ. ഇപ്പോൾ വന്ന നിരവധി ആളുകൾ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അതിനിടയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളൊക്കെ തന്നെ இந்த மரத்து மேலே தான் நின்றுருந்துருக்காங்க. இங்கே விழுந்து இங்கே பாருங்க, ஒரு பால் பாட்டில் ஒன்று இருக்குது பாருங்க, குழந்தைகளோட பால் பாட்டில் காட்டுறவாங்க. இங்கே பாருங்க மில்க்கு, பாருங்க ஃபீடிங் பாட்டில் தெரியுதா? இங்கே பாருங்க அங்கே ஃபீடிங் பாட்டில் தெரியுதா? குழந்தைகளோட ஃபீடிங் பாட்டில் அங்கே இருக்குது. அப்போ குட்டிகளൊക്കെ பாருங்க, சின்ன சின்ன குழந்தைங்க வந்துருக்குது. இங்கே பாருங்க அந்த செப்பல்லாம் பார்த்தீங்கன்னா சின்ன குழந்தைகளோட செருப்பு. இங்கே பாருங்க, இங்கே பாருங்க சின்ன குழந்தைகளோட செருப்பு. இங்கே தானே விஜய் நின்று பேசுறதுக்கு இங்கே தான் நின்று பேசியிருக்காப்புல. இங்கே மக்கள் இங்கே நின்றுருக்காங்க. இங்கே டூ வீலர்லாம் இருக்கு பாருங்க. இந்த டூ வீலர் மேலையெல்லாம் ஏறி சாஞ்சு இந்த பகுதியில் அந்த 30 ஆள் அந்த மரத்தை அங்கே பாருங்க, அங்கேருந்து இந்த 30 ஆள் இங்கே மரத்தில் ஏறி விழுந்தது. அதுவும் போக அங்கேருந்து விழுந்திருக்காங்க. ஆப்போசிட்டில் இதை விட அதிகமாக இருக்கும். அங்கே பாருங்க செப்பல் மட்டும் 2 லாரியில் ஏற்றலாம். തീർച്ചയായും 2 ലോറിയിൽ കയറ്റാൻ കഴിയുന്ന അത്ര ചെരുപ്പുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ കുട്ടികളുടെ അടക്കം ചെറിയ ബോട്ടിലുകൾ, ഫീഡിംഗ് ബോട്ടിലുകളുണ്ട്. അത്തരത്തിൽ വലിയ കണ്ണ് നിറയ്ക്കുന്ന കാഴ്ചകളാണ്. കാരണം ചെറിയ കുട്ടികളുടെ അടക്കം ചെരുപ്പുകൾ, അതോടൊപ്പം തന്നെ അവരുടെയൊക്കെ ചില വസ്തുക്കൾ അവരൊരു ആരാധനയോടുകൂടിയൊക്കെയാണ് വിജയ് ആ സമയത്ത് കാണാൻ വന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിന് അതിൻ്റെയൊക്കെ ഭാഗമായി പലരുടെയും ജീവൻ നഷ്ടമായത്. ഇതിൻ്റെ മുകളിൽ നിന്ന് മരത്തിൻ്റെ മുകളിൽ വിജയ് കാണാനായി മരത്തിൻ്റെ മുകളിൽ കയറി ആ മരം ഒടിഞ്ഞു വീണ് കുറെ പേർക്ക് നിലത്ത് വീണ് ജീവൻ നഷ്ടമായി. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. മരം ഒടിഞ്ഞു വീഴുന്നതിന്റെ കാഴ്ച. ഏകദേശം ഒരു 30-ലധികം പേർ ഈ മരത്തിനെയും അതിനെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നിരുന്നു. അത് നിലത്ത് വീണു. പലരും ഈ ഇരുചക്ര വാഹനത്തിന് മുകളിൽ കയറിയിരുന്നു. അവിടെ നിന്നൊക്കെ തെറിച്ചു വീണു. അതിനിടയിൽപ്പെട്ട് ഏകദേശം ഇപ്പോൾ ഈ പോലീസ് ഈ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ ബാരിക്കേഡ് പോലെ ഈ കയർ കെട്ടി മറച്ചതിന്റെ ഉള്ളിൽ നിന്നവർക്കാണ് കൂടുതലായും ജീവൻ നഷ്ടമായത്. റോഡിന്റെ സൈഡിൽ നിന്നാണ് വിജയ് സംസാരിച്ചത്. അതിനിടയിലാണ് തിക്കിലും തിരക്കിലും പെട്ട് ഇത്രയധികം ആളുകൾക്കും ജീവൻ നഷ്ടമായത്. എന്നാ ആച്ചെന്ന് തരുമോ? ഇല്ല, അതറിയില്ല. ഇപ്പൊ വന്നാ? ഞാൻ ഇപ്പൊ വന്നതാ. എവിടുന്നാണ് വരുന്നത്? ഞാൻ കുറച്ച് ദൂരം. ആരെങ്കിലും പരിചയക്കാരുണ്ടോ ഇതിൽ പെട്ട? കേട്ടറിഞ്ഞു വന്നാണോ? കേട്ടറിഞ്ഞു വന്നതാണ്. ഇപ്പോഴും ഇതുപോലെ കുറെ പേർ ഇങ്ങനെ സ്ഥലം അവിടെയാണ്. അപ്പൊ ഈ റോഡിന്റെ 2 വശങ്ങളിൽ നമുക്ക് അപ്പുറത്തെ വശങ്ങളിൽ കാണാം. അവിടെയും പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവിടെ നിന്നിരുന്നവർക്കും ഈ തരത്തിൽ അപകടങ്ങൾ സംഭവിച്ചു. അത്തരം